എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ചാലക്കുടിയിൽ നമ്മുടെ ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെ അവിടെയുള്ളോ ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെ മുന്നിലൂടെ പോകുന്ന സർവീസ് റോഡ്, അതിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ പിറകിൽ ഒരു മുട്ട കയറ്റി കൊണ്ടുപോകുന്ന, ചേർത്തലയിലേക്ക് മുട്ട കയറ്റി കൊണ്ടുപോകുന്ന ഒരു ലോറി, ഒരു അശോക ലേലാൻഡ് ലോറിയാണ്, ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ലോറി. ഈ ലോറി ഇന്ന് കാലത്ത് ഇവിടെ അപകടത്തിൽപ്പെട്ടു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ബസ്സുകൾ നിർത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ലോറി വരുന്ന സമയത്ത് ഈ ഫ്രണ്ടിലൊരു ബസ് ഓൾറെഡി ഇവിടെ കിടക്കണ്ടായിരുന്നു. വേറൊരു ബസ് റൈറ്റ് കട്ട് ചെയ്ത് പോകാൻ സമയത്താണ് ഈ ലോറി വന്ന് ആ ബസ്സിൽ തട്ടുന്നത്. അതിൻ്റെ പിറകിൽ വന്ന് വേറൊരു ടോറസ് വന്ന് ഇടിച്ചു. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷത്തിന് മേലെ മുട്ടയുണ്ടായിരുന്നു. ഒരു 10-12 ലക്ഷം രൂപ വില വരും. അത്രയും മുട്ട ഒരെണ്ണം പോലും ഇല്ലാതെ ഉള്ളിൽ മൊത്തം പൊട്ടി. മൊത്തം നശിച്ചു. അതായത് ചേർത്തലയിലേക്ക് പോകുന്ന ഈ 1 ലക്ഷത്തിന് മേലെ വരുന്ന മുട്ടകളൊക്കെ പൊട്ടി. ഇത് ഫയർഫോഴ്സ് വന്ന് ഇവിടെ അടിച്ച് കുറേ കളഞ്ഞു. ഇവിടെ നല്ല സ്മെല്ലുണ്ട്. ഇവിടെ മുഴുവനും ഈ മുട്ട പൊട്ടി നിലത്തിറങ്ങും. ഉള്ളിൽ ട്രേകൾ വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഈ ടോറസ് വന്ന് ഇടിയുടെ ആഘാതത്തിൽ എല്ലാം തന്നെ ഈ മുട്ട പൊട്ടിയിരിക്കുകയാണ്. ചേർത്തലയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു അപകടം ഇവിടെ നടന്നിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ ഉണ്ടാവാറുള്ള സംഭവം ഞാൻ മുൻപ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. നമ്മുടെ ഈ ചാലക്കുടിയിലെ പല സ്ഥലങ്ങളിലും ഈ ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ, അതായത് ഈ ഇന്റർസ്റ്റേറ്റ് പോകുന്ന ബസ്സുകൾ, KSRTC ബസ്സുകൾ, ഇതൊക്കെ എവിടെ നിർത്തണം, എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ധാരണയില്ല. പല സ്ഥലത്തും വണ്ടി തോന്നണമാതിരി നിർത്തും. സർവീസ് റോഡാണല്ലോ, ഹൈവേ ഇറങ്ങി വരുന്ന ഭാഗമാണ്. സ്വാഭാവികമായിട്ടും ഇത് ബസ്സുകൾ നിരനിരയായിട്ട് വന്ന് പാർക്ക് ചെയ്യും. ഇതൊക്കെ വലിയ അപകടത്തിന് സാധ്യതയുള്ളതാണ്. ബസ്സുകൾക്ക് എവിടെയാണ് നിർത്തേണ്ടത്, എന്താണ് സ്റ്റോപ്പ്, ഇതിനെപ്പറ്റിയൊന്നും ഇപ്പോഴും ഇവിടുത്തെ ഭരണാധികാരികൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും, MVD ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കൊന്നും ഒരു എത്തുംപിടിയില്ലാത്ത സംഗതിയാണെന്ന്. സൗത്ത് ജംഗ്ഷനിൽ തെക്കുന്ന് വരുന്ന ഭാഗങ്ങൾ പുഴപ്പാലം കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ യാത്രക്കാർക്ക് എവിടെയാണ് ബസ് സ്റ്റോപ്പ് നിർത്തുന്നത്, അവിടെ ആ മന്തി കടകൾ വിൽക്കണതിൻ്റെ അവിടെയാണ് നിർത്തണേ. ഇതൊക്കെ വലിയ അപകടമാണത്. ചിലത് ഹൈവേയിൽ നിർത്തും. ഇതൊക്കെ സർവീസ് റോഡുകൂടി പോകാം. ഇതിനൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു കുഴപ്പമില്ല. എന്തായിരുന്നാലും ഇന്ന് കാലത്ത് തന്നെ 1 ലക്ഷത്തിലേറെ മുട്ട കയറ്റി കൊണ്ടുപോയ ഒരു ലോറി, അതിന്റെ പിറകിൽ ഒരു ടോറസ് വന്ന് ഇടിച്ച് കംപ്ലീറ്റ് മുട്ട ഒരു 12 ലക്ഷം രൂപ എങ്ങനെ വരും. കംപ്ലീറ്റ് മുട്ട നശിച്ചത് അവിടെ കൂടിയായി. ഇത് എവിടെ നിന്ന് വരുന്നതാണ്? നമുക്കലിൽ നിന്ന് വരുന്ന മുട്ടയാണ്. നമ്മുടെ ഇവിടെയൊക്കെ അതാണല്ലോ വരുന്നത്. മൊത്തം നശിച്ചു. ഒരു മുട്ട പോലും ഇല്ലാതെ ട്രയലുള്ള കംപ്ലീറ്റ് മുട്ടകളും നശിച്ചു. ഫയർഫോഴ്സ് വന്നിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ നല്ല സ്മെല്ലുണ്ട്. ഈ സൈഡിലൊക്കെയും മുട്ടകൾ എപ്പോഴും പൊട്ടിക്കിടക്കുന്നുണ്ട് താഴെ. ഉള്ളിലെ മുട്ടയാണ് ഇരിക്കണേ. പക്ഷെ ഈ മുട്ടയൊന്നും ഒന്നുപോലും ഇല്ലാണ്ട് പൊട്ടിട്ടുണ്ട്. ഉള്ളില് ട്രേകൾ മുഴുവൻ കുത്തി നെരുങ്ങി. മുട്ട പൊട്ടി ഒഴിയാനുണ്ടല്ലേ.
ഈ ഹൈവേയിലൂടെ വണ്ടി തട്ടി കഴിഞ്ഞിട്ട് കുറെ തെറിച്ച് മുട്ടകൾ പുറത്തേക്ക് പോയി. ആ കിടക്കുന്നതാണ് ഈ കാണുന്നത്. ചേട്ടൻ്റെ ആരെങ്കിലും ആരെങ്കിലും ലോറിയുടെ ആരെങ്കിലും